സിമ്പിൾ ഡിമ്പിൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ? അപ്പോൾ അതിനാവശ്യമായത് മാങ്ങയാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങയാണ്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഐറ്റംസൊക്കെയാണ്. അതായത് തേങ്ങ, പിന്നെ പച്ചമുളക്, ജീരകം, വേപ്പില. അപ്പോൾ ഈ പച്ചമുളകൊക്കെ നമുക്ക് എത്രമാത്രം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു മീഡിയം എരിവൊക്കെ നമുക്ക് കിട്ടും. മുളക് പൊടി ഇതിൽ നമ്മൾ ചേർക്കണില്ല, പച്ചമുളക് തന്നെയാണ് എരിവിന് വേണ്ടിയിട്ട് ചേർക്കണുള്ളൂ. അപ്പോൾ ഈ ഐറ്റംസാണ് നമുക്ക് അടുത്തത് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ശർക്കര, കടുക്, പിന്നെ ഉണക്കമുളക്, ഉലുവയാണ്. അപ്പോൾ ഈ ശർക്കര ഇടുന്നത് നല്ലതാണ്, നല്ല മധുരം ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ആവശ്യം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മാങ്ങയുടെ തൊലിയൊക്കെ പൊളിച്ച് കളയാണ്. നല്ല രീതിക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് നമുക്ക് എടുക്കാം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നമ്മൾ ഇടാണ്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് അവിടെ ഇരുന്നിട്ട് ഇനി വേവട്ടെ. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് നമ്മൾ നേരത്തെ എടുത്തത് രണ്ടാക്കിയിട്ട് ഇടാണ്. അപ്പോൾ ഇവിടെ ഈ കറിയിൽ നമ്മളിനി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എത്രയാണോ നമുക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ പച്ചമുളക് എടുക്കാം. ശേഷം നമ്മൾ തേങ്ങ ചിരകിയത് ചേർക്കുകയാണ്. അതുപോലെ ജീരകവും ചേർക്കാണ്. പിന്നീട് നമ്മൾ ചേർക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു തൈര്. പുളി അധികം ഇല്ലാത്ത തൈരാണിത്. അപ്പോൾ തൈര് ചേർക്കാണ്. നമ്മളിവിടെ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല, തൈരാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് തൈര് എടുക്കുന്നു. ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ നമ്മളത് അരച്ചെടുത്തിരിക്കുകയാണ്. ഇത്രയും ഒരു പാകത്തിലാണ് നമ്മളത് അരയ്ക്കുക. നല്ലോണം അരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ആ മാങ്ങയിൽ. അങ്ങനെ ശർക്കര, വേപ്പിലൊക്കെ ചേർത്തു. എന്നിട്ട് നമ്മൾ അതിന് ശേഷമാണ് ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കുന്നത്. അരപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മളതൊന്നെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാതും കൂടി ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തില്ലേ അരപ്പ്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ചേർക്കാം. നമുക്ക് ചാറ് കുറച്ചധികം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറുക്കി ഇങ്ങനെ എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ വെള്ളം ചേർത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ വീണ്ടും ഇളക്കിയെടുക്കുകയാണ്. നന്നായി എല്ലാതും ഒന്ന് മിക്സ് ആവണ വരെ ഒന്നങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുക.
ഏകദേശം നമ്മുടെ കറി റെഡി ആയോണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിതിൽ ഇതുവരെ ചേർക്കാത്തൊരു കാര്യമുണ്ട്, ഉപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇടുക. ഉപ്പിട്ടു. ഇനി നമുക്കിത് താളിക്കണം. താളിക്കാനായിട്ട് ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ടു. കടുകിന് പൊട്ടിയ ശേഷം അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉലുവ ചേർക്കുകയാണ്. ഉലുവ ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ലഭിക്കും. പിന്നീട് ഇതിലേക്ക് നമ്മൾ ഉണക്കമുളക് ചേർക്കുകയാണ്. ശേഷം വേപ്പില ചേർക്കുന്നു. നമ്മുടെ താളിക്കൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. താളിച്ച ശേഷം പിന്നെ നമ്മൾ കറി ഇളക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യാം. ഇനിയും ഒരുപാട് സിമ്പിളായിട്ടുള്ള റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, വീട്ടിലെന്തായാലും ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.